തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ എം.എൽ.എ. ടി സിദ്ദിഖിന് ഇരട്ട വോട്ട് എന്ന ആരോപണവുമായി CPIM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് രംഗത്തെത്തിയിരിക്കുന്നു. കോഴിക്കോട് പെരുമണ്ണയിലും വയനാട് കൽപ്പറ്റയിലും വോട്ടുണ്ട് എന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച രേഖകളും കെ റഫീഖ് പുറത്തുവിട്ടു. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, ഇതിനോടകം തന്നെ ചില ആരോപണങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടിടങ്ങളിൽ വോട്ടുണ്ട് ടി സിദ്ദിഖിന് എന്ന ആരോപണം ഗുരുതരമായ ആരോപണമാണ്. ഇതിന്റെ രേഖകൾ ഉൾപ്പെടെ CPIM ജില്ലാ സെക്രട്ടറി പുറത്തുവിട്ടിരിക്കുന്നു എന്നതാണല്ലോ വിശദാംശങ്ങൾ. അനുജ, ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടിടങ്ങളിൽ ടി സിദ്ദിഖിന് വോട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് CPIM ജില്ലാ സെക്രട്ടറി ഇപ്പോൾ ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പ്രകാരം കോഴിക്കോട് ജില്ലയിലും അതോടൊപ്പം തന്നെ കൽപ്പറ്റയിലും ടി സിദ്ദിഖിന് വോട്ടുണ്ട് എന്നാണ് പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയിലും വയനാട് കൽപ്പറ്റയിലും ടി സിദ്ദിഖിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കോഴിക്കോട് ജില്ലാ പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് 20 പന്നിയൂർക്കുളം വാർഡ് ഭാഗം നമ്പർ 2 ഇതിൽ ടി സിദ്ദിഖിന്റെ പേരുണ്ട്. ഇതിൽ 48 വയസ്സാണ് അദ്ദേഹത്തിന് എന്ന് രേഖപ്പെടുത്തുന്നു. അതിന് തൊട്ടടിയിൽ തന്നെ 1/1/2025 പൂർത്തിയായ വയസ്സ് എന്നുള്ളതും പറയുന്നു. അതായത് ഈ വർഷത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള രേഖയാണ് ഇത്. ഇനി കൽപ്പറ്റയിലേക്ക് വരുമ്പോൾ വയനാട് ജില്ല കൽപ്പറ്റ മുനിസിപ്പാലിറ്റി 25 ഓണിവയൽ വാർഡ് ഭാഗം നമ്പർ 1 അതിലും ടി സിദ്ദിഖിന്റെ പേരുണ്ട്. അങ്ങനെ രണ്ടിടത്ത് ടി സിദ്ദിഖിന്റെ പേരുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇരട്ട വോട്ട് ടി സിദ്ദിഖിനുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ CPIMന്റെ വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. നിഖിലിലേക്ക് ഇപ്പോൾ ശ്രീ കെ റഫീഖ് തന്നെ ടെലിഫോണിലുണ്ട്. റഫീഖ്, ഇപ്പോൾ ഇത് രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരിക്കുകയാണല്ലോ, ഇതിലെന്താണ് താങ്കൾക്ക് കൂടുതലായി വ്യക്തമാക്കാനുള്ളത്? അല്ല, ഇത് ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ആള് ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കാൻ പാടുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം കോഴിക്കോട് ജില്ലക്കാരനാണ്. അദ്ദേഹം കൽപ്പറ്റയിലെ MLA-യുമാണ്. അദ്ദേഹത്തിന് ആ പ്രദേശത്തും അദ്ദേഹം വോട്ട് ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വോട്ട് അദ്ദേഹത്തിന് കൽപ്പറ്റയിലേക്ക് വോട്ട് മാറ്റാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കോഴിക്കോട് തന്നെ വോട്ട് നിലനിർത്താനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ രണ്ട് സ്ഥലത്തും വോട്ട് ചേർക്കുന്ന നിലയുണ്ടായത് ജനാധിപത്യ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കൂടിയാകുമ്പോൾ അതിന് അതീവ ഗൗരവമുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ചുള്ള പ്രതികരണം നടത്തിയത്. ഇത്തരത്തിൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും നിൽക്കേണ്ടത്. അതിനു പകരം ജനാധിപത്യ വിരുദ്ധമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ച്, അതായത് രാഹുൽ ഗാന്ധിയുടെ ആരോപണമൊക്കെ വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചൊരു ചോദ്യം, രണ്ടിടത്ത് വോട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പേരുണ്ട് എന്നുള്ളത് കൊണ്ട് എന്താണ് കുഴപ്പം? എവിടെ വോട്ട് ചെയ്യുന്നു, രണ്ടിടത്ത് വോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ് പ്രശ്നം എന്നൊരു ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചിരുന്നു. റഫീഖ്, അല്ല, അതും ഇതും ഒരുപോലെ കൂട്ടി ഞാൻ അങ്ങനെ താരതമ്യം ചെയ്യുന്നില്ല. ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം പരിശോധിക്കേണ്ടതാണ്. മറ്റതിൽ വളരെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ സാഹചര്യം വ്യത്യസ്തമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന വോട്ട് ഒഴിവാക്കലും വോട്ട് ചേർക്കലും ഒക്കെയാണ്. ഇതിൽ ജനപ്രതിനിധി എന്ന നിലയിൽ മാതൃകയാവേണ്ട ഒരാൾ ഈ നിലയിൽ പ്രവർത്തിച്ചു എന്നത് അതീവ ഗൗരവമായി. രണ്ടിടത്ത് വോട്ടുണ്ടായതുകൊണ്ട് വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം അതല്ല പ്രശ്നം. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്ത് വോട്ട് ചേർക്കുന്നു എന്നത് ഒരു കള്ള വോട്ടിനുള്ള സാധ്യതകൾ വലിയ രൂപത്തിലാണ്. അപ്പൊ അത്തരത്തിൽ ഒരു ജനപ്രതിനിധി തന്നെ അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ അതൊരു ശരിയായ രീതിയല്ല. അത് വളരെ ഗൗരവമായി ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ അദ്ദേഹം പരിശോധിക്കേണ്ട കാര്യമാണ്. ശരി, ഇനിയിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ ഇത് ഗൗരവത്തോടെ കാണുന്നു എന്നാണ് അല്ലേ? അല്ല, തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പട്ടികയിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണം ഇപ്പം 2-ാം തീയതിയാണല്ലോ പ്രസിദ്ധീകരിച്ചത്. ആ പട്ടികയിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അത് ആ ഗൗരവത്തിൽ തന്നെ ആണ് ഞങ്ങൾ കാണുന്നത്. അത്തരം കോൺഗ്രസ് ഇങ്ങനെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഗൗരവമായ പരിശോധന നടത്തേണ്ടി വരുമല്ലോ. എവിടെയൊക്കെ വോട്ട് ചേർത്തു എന്നതിനെ സംബന്ധിച്ച് പൊതുവായ ഒരു പരിശോധന നടത്തേണ്ടി വരുന്ന സാഹചര്യമാണ് അതിലുള്ളത്. ഇപ്പൊ നിങ്ങൾ എന്താണ് ഇതിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയാകും റഫീഖ്? അല്ല, അത് തീർച്ചയായിട്ടും വോട്ടർ പട്ടികകൾ കൃത്യമായി പരിശോധിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരിക എന്ന് തന്നെയാണ്. ഇവിടെ കോൺഗ്രസ് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നേരിടാൻ ഭയപ്പെടുന്നു എന്നതാണ് ഇതെല്ലാം കാണിക്കുന്നത്. ജനങ്ങളിൽ ഇപ്പം 2 തവണകളായി UDF-ന് ഇപ്പൊ കേരളത്തിൽ ഭരണമില്ല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മഹാഭൂരിപക്ഷം പഞ്ചായത്തിൽ ഇടതുപക്ഷം വിജയിച്ചു. അപ്പൊ ഇപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ് ജനങ്ങൾ എന്ന ഭയം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തിലൂടെയൊന്നും ജനങ്ങളുടെ ശരിയായ വോട്ട് കാര്യങ്ങളെ മറികടക്കാൻ അവർക്ക് സാധിക്കില്ല എന്നതാണ് അവർ മനസ്സിലാക്കേണ്ടത്. ഇതാണ് സൂചിപ്പിക്കാനുള്ളത്.
അതെല്ലാം ആലോചിച്ച് ഉചിതമായ കാര്യങ്ങൾ ചെയ്യും. അത് സംബന്ധിച്ചെല്ലാം പരിശോധിച്ച ശേഷം പറയാൻ പറ്റും. ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഈ കാര്യത്തിൽ കണ്ടത്. അതുകൊണ്ടാണ് അത് ആ കാര്യങ്ങൾ പുറത്തുവിട്ടത്. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ അദ്ദേഹമാണ് ഇനി പ്രതികരിക്കേണ്ടത്. ഈ കാര്യത്തിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാണ്. കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് കൽപ്പറ്റ MLA ടി സിദ്ദിഖിനെതിരെയാണ് ഇപ്പോൾ ഇരട്ട വോട്ട് ആരോപണം എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് രണ്ടിടത്ത് പേരുണ്ട് എന്നുള്ളതാണ് CPIM-ന്റെ ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിഷ്കരിച്ച വോട്ടർ പട്ടിക പുറത്തു വന്ന സാഹചര്യത്തിലാണ് കൽപ്പറ്റ MLA-ക്ക് രണ്ടിടത്ത് വോട്ടുണ്ട് എന്ന് കോഴിക്കോട് പെരുമണ്ണയിലും ഒപ്പം വയനാട് കൽപ്പറ്റയിലും വോട്ടുണ്ട് എന്ന ആരോപണവുമായി CPIM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് രംഗത്തെത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.